Ladies and gentlemen, Voice of Parvana എന്ന മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. വിന്നേഴ്സിനുള്ള പ്രൈസ് കൊടുക്കുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന മുഖ്യ അതിഥി ഒരു നർത്തകിയാണ്, ഗായികയാണ്, ബിസിനസ് മാഗ്നറ്റ് ആണ്. മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങളിൽ വിജയകരമായ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് പ്രശസ്തമായതും ഈ റിയാലിറ്റി ഷോയുടെ സ്പോൺസർ കൂടിയായ പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന ഇന്റർനാഷണൽ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമയാണ്. So ladies and gentlemen, let's call upon here Miss Anupama Gopalakrishnan Nair. Ma'am, a few words please. Yeah, sure. Thank you. ഞാനൊരു ഗായികയാണ്, നർത്തകിയാണ്, ബിസിനസ് മാഗ്നറ്റ് ആണ് എന്നൊക്കെ വിശേഷിപ്പിച്ച് ഞാൻ കേട്ടു. ഒരളവ് വരെ ഇതൊക്കെ സത്യമാണെങ്കിലും ഈ വേദിയിൽ കുറച്ചു നേരം മുൻപ് പെർഫോം ചെയ്തവരുമായി കമ്പയർ ചെയ്യുമ്പോൾ കലാപരമായി സത്യത്തിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പിന്നെ ഈ പറഞ്ഞ ബിസിനസ് മാഗ്നറ്റ് സത്യത്തിൽ എൻ്റെ ഡാഡിയുടെ ഹാർഡ് വർക്കിലൂടെ വളർത്തിയെടുത്ത ഈ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ഒരു മകളെന്ന നിലയിൽ ഏറ്റെടുക്കേണ്ടി വന്നു എന്നത് മാത്രമാണ് എനിക്ക് ഈ കമ്പനിയുമായിട്ടുള്ള ഒരു റിലേഷൻ. ദാറ്റ്സ് ഓൾ. താങ്ക് യു മാം. വിനയം അനുപമയെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുന്നു. താങ്ക് യു. ഡിയർ ഓഡിയൻസ്, ഇനി ഞാനിവിടെ വെളിപ്പെടുത്താൻ പോകുന്നത് അനുപമയിലെ സാമൂഹ്യ പ്രവർത്തകയാണ്. ബോംബെയിലെ ചേരികളിൽ ജനിച്ചു വളർന്ന കലാവാസനയുള്ള സമർത്ഥരായ കുട്ടികളെ സംഗീതവും നൃത്തവും മറ്റും ശാസ്ത്രീയമായി അഭ്യസിപ്പിക്കാനും അവരെ സാഹചര്യങ്ങളുടെ പുറമ്പോക്കുകളിൽ നിന്ന് ജീവിതത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള ഒരു സ്ഥാപനം അനുപമ നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിലൂടെ പഠിച്ചിറങ്ങിയ ചിലരെങ്കിലും ഇന്നറിയപ്പെടുന്ന കലാകാരന്മാരാണ്. അതെൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി നടത്തുന്ന സ്ഥാപനമാണ്. ബോംബെയിലെ ആ സ്ഥാപനം മാത്രമല്ല, ദുബായിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അമ്മയുടെ പേരിൽ ഒരു ട്രസ്റ്റ് നടത്തുന്നുണ്ട്. അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കഴിവുകൾ ലോകത്തിന് മുൻപിൽ കൊണ്ടുവരാൻ പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനി 2 മ്യൂസിക്കൽ ആൽബംസും റിലീസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് പാർട്ടിസിപ്പൻസ്, ഇത് നിങ്ങൾക്കുള്ള ഓഫറാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത ആൽബത്തിലെ സിംഗേഴ്സ് നിങ്ങൾ ആരെങ്കിലും ആവാം. വിൽ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പറഞ്ഞപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ? തണുത്ത തറ.